Dear students, in this video we shall begin our discussions on the fourth module of Corporate Regulations and Administration, MG University, Kottayam. The BCom first year students-ന് വേണ്ടി ഫസ്റ്റ് സെമസ്റ്ററിലെ പേപ്പറാണ്. ഇതിൽ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് 3 modules we had completed our discussions and 2 more modules are remaining. The fourth module is about administration of companies and company management, and the fifth module is about winding up of companies. So here this fourth module we shall begin with administration. That first comes the membership in a company. ഒരു കമ്പനിയിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ ആരൊക്കെയാണ് മെമ്പേഴ്സ് ആവുന്നത്, ഒരു കമ്പനിയിലെ മെമ്പർഷിപ്പ് എങ്ങനെയാണ് നമുക്ക് അക്വയർ ചെയ്യാവുന്നത്, വാട്ട് ആർ ദി റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് മെമ്പേഴ്സ്, ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മോഡ്യൂളിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ മെമ്പർഷിപ്പ് ഇൻ എ കമ്പനി. നമ്മൾ സാധാരണഗതിയിൽ മെമ്പറും അതുപോലെ ഷെയർ ഹോൾഡറും ഒരു സിനോണിമസ് ആയിട്ട് ഉപയോഗിക്കുന്ന പദങ്ങളാണ്. So generally the terms member and shareholder is used interchangeably. They are synonymous in case of a company limited by shares, a company limited by guarantee and having share capital, and an unlimited company whose capital is held in definite shares. എന്താ, ഷെയർ ക്യാപിറ്റൽ ഉള്ള കമ്പനികളെ സംബന്ധിച്ചിടത്തോളം മെമ്പേഴ്സും ഷെയർ ഹോൾഡേഴ്സും എന്താ നമ്മൾ ഒരേ അർത്ഥത്തിലായിരിക്കും പ്രയോഗിക്കുന്നത്. അപ്പം ഷെയർ ക്യാപിറ്റൽ ഉള്ള കമ്പനികളിൽ എല്ലാ ഷെയർ ഹോൾഡേഴ്സും മെമ്പേഴ്സ് ആയിരിക്കും. അതേസമയം ഷെയർ ക്യാപിറ്റൽ ഇല്ലാത്ത കമ്പനികളുണ്ട്. ദാറ്റ് മീൻസ് എ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി നോട്ട് ഹാവിങ് ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ അവിടെ എന്താണ്, ഷെയർ ക്യാപിറ്റൽ ഇല്ല. അപ്പം അങ്ങനെയുള്ള കമ്പനികളിൽ മെമ്പേഴ്സ് ഉണ്ടാവും, പക്ഷേ അവർ ഷെയർ ഹോൾഡേഴ്സ് ആകണമെന്നില്ല. അപ്പം എല്ലാ ഷെയർ ഹോൾഡേഴ്സും മെമ്പേഴ്സ് ആവാം, പക്ഷേ മെമ്പേഴ്സ് എല്ലാം ഷെയർ ഹോൾഡേഴ്സ് ആകണമെന്നില്ല. കാരണം എന്താ, ചില കമ്പനികൾക്ക് ഷെയർ ക്യാപിറ്റൽ ഇല്ല. കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, അവിടെ ഷെയർ ക്യാപിറ്റൽ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ ഇല്ലാത്ത കമ്പനികളാണെങ്കിൽ മെമ്പേഴ്സ് ആയിരിക്കും, പക്ഷേ അവർ ഷെയർ ഹോൾഡേഴ്സ് ആവില്ല. സോ ബട്ട് ഇൻ കേസ് ഓഫ് an unlimited company or a company limited by guarantee, a member may not be a shareholder. For such a company may not have a share capital. അൺലിമിറ്റഡ് കമ്പനികളിലോ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി കമ്പനികളിലോ ഷെയർ ഹോൾഡേഴ്സ് ആകണമെന്നില്ല. കാരണം മെമ്പേഴ്സ് നീഡ് നോട്ട് ബി എ ഷെയർ ഹോൾഡർ ബിക്കോസ് സച്ച് കമ്പനീസ് may not have share capital. The term member refers to a person whose name appears in the register of members. നമ്മൾ മെമ്പർ കൊണ്ട് മീൻ ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ പേര് കമ്പനിയിൽ സൂക്ഷിക്കുന്ന രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ ഒരാളുടെ പേര് ഉൾപ്പെടുത്തുമ്പോഴാണ്. When a person's name is included in the register of members of a company, he is known as a member. ഇപ്പോൾ ഒരു ഷെയർ ഹോൾഡർ മെമ്പർ ആകുന്നത് അയാളുടെ പേര് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ ഉൾപ്പെടുത്തുമ്പോഴാണ്. Then on the other hand, the term shareholder refers to a person who holds shares in the company. ഒരു കമ്പനിയിലെ ഷെയർസ് ഓൺ ചെയ്യുന്നവരെല്ലാം ഷെയർ ഹോൾഡേഴ്സാണ്. ഇപ്പോൾ ഒരു മെമ്പേഴ്സ് ആകുന്നത് എപ്പോഴാണ്, അവരുടെ പേര് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേര് കമ്പനിയിൽ സൂക്ഷിക്കുന്ന രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ ഉൾപ്പെടുത്തുമ്പോഴാണ് ഒരു വ്യക്തി മെമ്പറായിട്ട് മാറുന്നത്. നെക്സ്റ്റ് ഈസ് മെമ്പേഴ്സ് വേഴ്സസ് ഷെയർ ഹോൾഡേഴ്സ്. മെമ്പേഴ്സും ഷെയർ ഹോൾഡേഴ്സുമായിട്ടുള്ള മെയിൻ ഡിഫറൻസുകൾ എന്താണ്? എ രജിസ്റ്റേർഡ് ഷെയർ ഹോൾഡർ ഈസ് എ മെമ്പർ, ബട്ട് എ രജിസ്റ്റേർഡ് മെമ്പർ നീഡ് നോട്ട് ബി എ ഷെയർ ഹോൾഡർ. എന്താ, ഒരു രജിസ്റ്റേർഡ് ഷെയർ ഹോൾഡർ എല്ലായ്പ്പോഴും മെമ്പർ ആയിരിക്കും, പക്ഷെ ഒരു രജിസ്റ്റേർഡ് മെമ്പർ എന്താണ്, ഇൻ സം കേസസ് ഹി നോട്ട് ബി എ shareholder because some companies may not have share capital. Secondly, a person who owns a bearer share warrant, പേരെഴുതാത്ത പേര് രേഖപ്പെടുത്താത്ത ഷെയർ വാറണ്ട് കൈവശം വയ്ക്കുന്ന ഒരു ഷെയർ ഹോൾഡർ, ഈസ് എ ഷെയർ ഹോൾഡർ. എ പേഴ്സൺ ഹു ഓൺസ് എ ബെയറർ ഷെയർ വാറണ്ട് ഈസ് എ ഷെയർ ഹോൾഡർ ബട്ട് ഈസ് നോട്ട് എ മെമ്പർ ആസ് ഹിസ് നെയിം ഈസ് സ്ട്രക്ക് ഓഫ് ദി രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്. ഒരു ബെയറർ ഷെയർ വാറണ്ട് ഹോൾഡറുടെ പേര് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിന് നീക്കം ചെയ്തിരിക്കുന്നത് കൊണ്ട് he will not be a member, still he is a shareholder. This means that a person can be a holder of shares without being a member. അപ്പോൾ എന്താണ്, ഒരു വ്യക്തിക്ക്
ഷെയർ ഹോൾഡർ ആവാം, പക്ഷേ മെമ്പർ ആവണമെന്നില്ല. അത് നമ്മളൊരു എക്സാമ്പിളായിട്ട് പറയുന്നത് എന്താണ്? ഓണേഴ്സ് ഓഫ് ബെയറർ ഷെയർ വാറണ്ട്. ഓണേഴ്സ് ഓഫ് ബെയറർ ഷെയർ വാറണ്ട് ആർ ഷെയർ ഹോൾഡേഴ്സ്, but they are not members of a company. A legal representative of a deceased member is not a member. എന്താ, ഒരു മരണപ്പെട്ടു പോയ ഒരു മെമ്പറിൻ്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് മെമ്പർ ആകില്ല അൺലെസ് ഹിസ് നെയിം ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദി രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്. He is however a shareholder even though his name does not appear in the register of members. ഒരു ഡിസീസ് മെമ്പറിൻ്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് അയാൾ ഷെയർ ഹോൾഡർ ആയിരിക്കും, പക്ഷേ അയാൾ മെമ്പർ ആകുന്ന എപ്പോഴാണ്? അയാളുടെ പേര് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ ഉൾപ്പെടുത്തുമ്പോഴാണ്. Fourth one is a shareholder by transfer is not a member. A shareholder by transfer is not a member until his name is entered in the register of members. ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട് ഷെയർ കിട്ടുന്ന ഒരാൾ അയാളുടെ പേര് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് ഉൾപ്പെടുത്തുന്നവരെ എന്താണ്? മെമ്പർ ആവില്ല. ഈ 4 പ്രധാനപ്പെട്ട ഡിഫറൻസാണ് നമ്മൾ ഡിഫറൻസ് ബിറ്റ്വീൻ മെമ്പേഴ്സ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് നോട്ട് ചെയ്യുന്നത്. പിന്നെ ഹൂ ക്യാൻ ബിക്കം എ മെമ്പർ? ആർക്കൊക്കെയാണ് ഒരു മെമ്പർ ആകാവുന്നത്? The general rule is that any person who is competent to contract may become a member of a company. ഇപ്പോൾ ഒരു ജനറൽ റൂൾ പ്രകാരം എന്താണ്? ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യാൻ കോമ്പീറ്റൻസി ഉള്ള എല്ലാവർക്കും മെമ്പർ ആകാം. ബട്ട് ദിസ് ഈസ് സബ്ജക്റ്റ് ടു ദി പ്രൊവിഷൻസ് ഓഫ് ദി മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് ദി കമ്പനി. പക്ഷെ എന്താണ്, ഈ ഒരു ജനറൽ റൂളിന് ഒരു കമ്പനിയുടെ ആർട്ടിക്കിൾസിൻ്റെയും മെമ്മോറാണ്ടത്തിൻ്റെയും റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഒരു കമ്പനിയുടെ മെമ്മോറാണ്ടത്തിലും ആർട്ടിക്കിളിലും ക്ലിയർ ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കും ഹൂ ക്യാൻ ബിക്കം എ മെമ്പർ. ദെൻ നമ്മൾ അതിൻ്റെ അകത്ത് ദി ജനറൽ ലോ ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് ദി ഫോളോയിങ് കാറ്റഗറീസ് ഓഫ് പേഴ്സൺസ്. ഇപ്പം പൊതുവായ ഒരു നിയമം, ദി ജനറൽ ലോ റിഗാർഡിംഗ് ദി മെമ്പർഷിപ്പ് ഓഫ് എ കമ്പനി, നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഏത് രീതിയിലായിരിക്കും? 1. മൈനേഴ്സ്. ഇപ്പോൾ മൈനേഴ്സ് ആർ നോട്ട് കോമ്പീറ്റന്റ് ടു എൻ്റർ ഇൻ എ കോൺട്രാക്ട്. ഇപ്പോൾ ജനറൽ റൂൾ പ്രകാരം, ജനറൽ ലോ പ്രകാരം എന്താണ്? മൈനേഴ്സ് ആർ നോട്ട് കോമ്പീറ്റന്റ് ടു ബിക്കം ദി മെമ്പേഴ്സ് ഓഫ് എ കമ്പനി. അതേസമയം ബട്ട് ദിസ് ഈസ് സബ്ജക്ട് ടു ദി പ്രൊവിഷൻസ് ഓഫ് ദി എ മൈനർ ഈസ് നോട്ട് കോമ്പീറ്റന്റ് ടു എ കോൺട്രാക്ട് ആൻഡ് therefore a contract with a minor is absolutely void. However, it has been decided by courts that where an agreement in writing for a minor is signed by his lawful guardian, ഒരു മൈനറിന് വേണ്ടി ഏർപ്പെടുന്ന ഒരു എഗ്രിമെൻറ്റിൽ മൈനറിൻ്റെ ലോഫുൾ ഗാർഡിയൻ്റെ സിഗ്നേച്ചർ ഉണ്ടെങ്കിൽ and the registration of a transfer of shares in the name of the minor, especially where the shares are fully paid up, cannot be refused on the ground of the transferee being a minor. എന്താണ്, ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ഗാർഡിയനായിട്ട് പ്രവർത്തിക്കുകയും മൈനർക്ക് വേണ്ടി ഒപ്പിടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ മൈനറിൻ്റെ പേരിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ഷെയർസിന് വാലിഡിറ്റി ഉണ്ടായിരിക്കും. അപ്പം എന്താണ്, ഇൻ സർട്ടൻ കേസസ് ഈവൻ മൈനേഴ്സ് ക്യാൻ ബിക്കം എ മെമ്പർ. നോർമലി മൈനേഴ്സ് ആർ നോട്ട് കോമ്പീറ്റന്റ് ടു ബിക്കം മെമ്പേഴ്സ് ഓഫ് എ കമ്പനി ബിക്കോസ് ദേ ആർ നോട്ട് കോമ്പീറ്റന്റ് ടു എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട്. രണ്ടാമത്, ഇൻസോൾവെൻറ്റ്. ഇൻസോൾവെൻ്റായ ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു മെമ്പർ ആവാൻ പറ്റില്ല. An insolvent cannot become a member of a company. But if a member has become an insolvent, he remains a member as long as name appears in the register. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻസോൾവെൻ്റ് ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു കമ്പനിയുടെ മെമ്പർ ആവാൻ സാധിക്കില്ല. പക്ഷേ ഒരു മെമ്പർ ഇൻസോൾവെൻ്റ് ആയാലും he will remain as a member as long as his name appears in the register of members. ഒരു ഇൻസോൾവെൻ്റ് ആയ വ്യക്തിക്ക്, ഇൻസോൾവെൻ്റ് ഈസ് എ പേഴ്സൺ whose liabilities are more than his assets. അപ്പം ആസ്തിയേക്കാളും ബാധ്യതകളുള്ള വ്യക്തികളാണ് ഇൻസോൾവൻസ് ആകുന്നത്. ഇപ്പം കമ്പനികൾ ഇൻസോൾവൻസ് ആകും. എ കമ്പനി ക്യാൻ ബിക്കം ആൻ ഇൻസോൾവൻറ്റ് when the liability of a company is more than the assets of such a company. ഇപ്പോൾ നമ്മളെന്താ, ഒരു ഇൻസോൾവെൻറ്റിന് മെമ്പർ ആകാൻ സാധിക്കില്ല. പക്ഷേ ഒരു മെമ്പർ ഇൻസോൾവെൻ്റ് ആയാലും he will remain as a member as long as name appear in the register of members. Then മൂന്നാമത്, പാർട്ട്ണർഷിപ്പ് ഫേം. ഒരു പാർട്ട്ണർഷിപ്പ് ഫേം എന്താണ്? എ പാർട്ട്ണർഷിപ്പ് ഫേം മേ ഹോൾഡ് ഷെയർസ് ഇൻ എ കമ്പനി ഇൻ ദി ഇൻഡിവിജ്വൽ നെയിംസ് ഓഫ് ദി പാർട്ട്നേഴ്സ്. ഇപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലെ ഇൻഡിവിജ്വൽ പാർട്ട്നേഴ്സിന് വേണമെങ്കിൽ
ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങുകയും ഷെയർ ഹോൾഡേഴ്സായിട്ട് റിമെയിൻ ചെയ്യുകയും ചെയ്യാം. ദെൻ partnership firm may hold shares in a company in the individual names of partners as joint shareholders. As an unincorporated association, a firm is not a person, and as such, it cannot be entered as a member in the register of members. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലെ ഇൻഡിവിജ്വൽ പാർട്ടേഴ്സിന് ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങുകയും മെമ്പേഴ്സ് ആവുകയും ചെയ്യാം. അത് ഇൻ ദർ ഇൻഡിവിജ്വൽ കപ്പാസിറ്റി ഒരു ജോയിൻറ്റ് കപ്പാസിറ്റി. ബട്ട് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിന് ഒരിക്കലും ഒരു കമ്പനിയുടെ മെമ്പറാകാൻ സാധിക്കുകയില്ല. കാരണം അത് ഇൻകോർപ്പറേറ്റഡ് ബോഡി അല്ല. കമ്പനി ഈസ് ആൻ ഇൻകോർപ്പറേറ്റഡ് ബോഡി, ബട്ട് പാർട്ട്ണർഷിപ്പ് ഈസ് നോട്ട് ആൻ ഇൻകോർപ്പറേറ്റഡ് ബോഡി. അതുകൊണ്ട് പാർട്ട്ണർഷിപ്പ് ഫേംസിന് ഒരിക്കലും കമ്പനിയുടെ മെമ്പേഴ്സ് ആകാൻ പറ്റില്ല. ഇൻഡിവിജ്വൽ പാർട്ട്നേഴ്സിന് കമ്പനിയുടെ മെമ്പേഴ്സ് ആകാൻ സാധിക്കും. ദെൻ ഫോറിനേഴ്സ് ക്യാൻ ബിക്കം എ മെമ്പർ ഓഫ് എ കമ്പനി രജിസ്റ്റേർഡ് ഇൻ ഇന്ത്യ. വിദേശ പൗരന്മാർക്ക് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയുടെ മെമ്പറാകാൻ സാധിക്കും. ബട്ട് പെർമിഷൻ ഓഫ് ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അണ്ടർ ദി ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് 1999 ഹാസ് ടു ബി ഒബ്റ്റെയിൻ. ഒരു വിദേശിക്ക് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയുടെ മെമ്പറാകണമെന്നുണ്ടെങ്കിൽ റിസർവ് ബാങ്കിൻ്റെ പെർമിഷൻ മുൻകൂട്ടി വാങ്ങിയിരിക്കണം. ആൻഡ് ഈ പെർമിഷൻ എന്തിൻ്റെ കീഴിലാണ് കിട്ടുന്നത്? അണ്ടർ ദി ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് 1999. വിത്ത് ദി പ്രയർ പെർമിഷൻ ഓഫ് ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ under the Foreign Exchange Management Act 1999, a foreigner can become a member of a company registered in India. The right of a foreigner as a member will be suspended if he becomes an alien enemy. ഇങ്ങനെ ഒരു വിദേശ രാജ്യത്ത് ഒരു വിദേശി ഒരു ഇന്ത്യൻ കമ്പനിയിലെ മെമ്പറായിരിക്കുന്നു. ഇങ്ങനെ മെമ്പറായിരിക്കുമ്പോൾ ആ രാജ്യത്തെ ഒരു എനിമി കൺട്രി ആയിട്ട് ഇന്ത്യ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് ആ വിദേശിയുടെ മെമ്പർഷിപ്പ് സസ്പെൻഡ് ചെയ്യും. ആസ് ലോങ് ആസ് ദാറ്റ് കൺട്രി റിമെയിൻസ് ആസ് എൻ ഏലിയൻ എനിമി. ദെൻ ഈ ഒരു കമ്പനിക്ക് മറ്റൊരു കമ്പനിയുടെ മെമ്പറാകാൻ സാധിക്കുമോ? എ കമ്പനി ഈസ് എ ലീഗൽ പേഴ്സൺ ആൻഡ് ഹെൻസ് ഈസ് കോമ്പീറ്റന്റ് ടു കോൺട്രാക്ട്. ഒരു കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ ആയതുകൊണ്ട് എ കമ്പനി ഈസ് കോമ്പീറ്റന്റ് ടു എൻ്റർ ഇൻടു എ കോൺട്രാക്ട്. ദെർഫോർ ഇറ്റ് ക്യാൻ ബിക്കം മെമ്പർ ഓഫ് അനദർ കമ്പനി. അപ്പോൾ അതുകൊണ്ടെന്നാണ് ഒരു കമ്പനിക്ക് മറ്റൊരു കമ്പനിയുടെ മെമ്പറാകാൻ സാധിക്കും. പക്ഷേ ഒരു കമ്പനിക്ക് ആ കമ്പനിയിൽ തന്നെ മെമ്പറാകാൻ സാധിക്കില്ല. ബട്ട് ഇറ്റ് ക്യാൻ ഇൻവെസ്റ്റ് മണി ഇൻ അനദർ കമ്പനി ഓൺലി ഇഫ് ഇറ്റ് ഈസ് ഓതറൈസ്ഡ് ബൈ മെമ്മോറാണ്ടം. മറ്റൊരു കമ്പനിയിൽ ഒരു കമ്പനിക്ക് പണം ഇൻവെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റൊരു കമ്പനിയുടെ ഷെയർ വാങ്ങുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി പെർമിറ്റഡ് ബൈ ദി മെമ്മോറാണ്ടം ഓഫ് ദി കമ്പനി. ദെൻ ബട്ട് എ കമ്പനി കനോട്ട് ബി എ മെമ്പർ ഓഫ് ഇറ്റ്സെൽഫ്. ഒരു കമ്പനിക്ക് ആ കമ്പനിയുടെ തന്നെ മെമ്പറാകാൻ സാധിക്കുകയില്ല. ഇതെന്താണ്? ഹൂ ക്യാൻ ബിക്കം എ മെമ്പർ ഓഫ് എ കമ്പനി? ആർക്കൊക്കെയാണ് ഒരു കമ്പനിയുടെ മെമ്പർ ആകാവുന്നതിൻ്റെ? നമ്മൾ മൈനേഴ്സിന് ഒരു കോമ്പീറ്റൻസി ഇല്ലെന്നാണ് പറയുന്നത്. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഈവൻ മൈനേഴ്സ് ക്യാൻ ബിക്കം എ മെമ്പർ. ഇൻസോൾവെൻ്റ് ആണെങ്കിൽ എന്താണ്? ഇൻസോൾവെൻറ്റിന് മെമ്പറാകാൻ സാധിക്കില്ല. പക്ഷേ ഒരു മെമ്പർ ഇൻസോൾവെൻ്റ് ആയി കഴിഞ്ഞാൽ as long as his name appears in the register of members, he can remain as a member. Then partnership firmsന് ഒരു കമ്പനിയുടെ മെമ്പറാകാൻ സാധിക്കില്ല. പക്ഷേ ഇൻഡിവിജ്വൽ പാർട്ട്നേഴ്സിന് അവരുടെ ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ ഷെയർ വാങ്ങുകയും ഷെയർ ഹോൾഡേഴ്സും മെമ്പേഴ്സുമാകാൻ സാധിക്കും. ഫോറിനേഴ്സിന് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയിൽ ഷെയർ വാങ്ങുകയും പണം ഇൻവെസ്റ്റ് ചെയ്യുകയും മെമ്പേഴ്സായി മാറുകയും ചെയ്യാം. ബട്ട് ദേ ഹാവ് ടു ഗെറ്റ് ദി prior permission of the RBI under the Foreign Exchange Management Act 1999. Then a company, since a company is an artificial person, a company can invest in another company and become a member. Then അടുത്ത എന്താണ്? മോഡ്സ് ഓഫ് അക്വയറിംഗ് മെമ്പർഷിപ്പ്. ഒരു കമ്പനിയുടെ മെമ്പർഷിപ്പ് കരസ്ഥമാക്കാനുള്ള ഡിഫറെൻറ്റ് മോഡ്സ് എന്താണ്? എന്തൊക്കെ മാർഗങ്ങളിലൂടെ a person may become a member of a company in the following ways. Number one is membership by subscription. ഒരു കമ്പനിയുടെ മെമ്മോറാണ്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ സെക്ഷൻ 41 എവറി സബ്സ്ക്രൈബർ ടു ദി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഈസ് ഡീംഡ് ടു ഹാവ് എഗ്രീഡ് ടു ബിക്കം എ മെമ്പർ ആൻഡ് ഓൺ ഹിസ് രജിസ്ട്രേഷൻ മസ്റ്റ് പുട്ട് ഓൺ ദി രജിസ്റ്റർ ഓഫ് ദി മെമ്പേഴ്സ്. ഇപ്പം ഒരു കമ്പനിയുടെ മെമ്മോറാണ്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന
ഒരു കമ്പനിയുടെ മെമ്മോറാണ്ടത്തിൽ പേര് രേഖപ്പെടുത്തി അതിൽ സിഗ്നേച്ചർ ഇട്ടിരിക്കുന്ന എല്ലാ വ്യക്തികളും റിക്വയർഡ് നമ്പർ ഓഫ് ഷെയർസ് വാങ്ങുകയും ആ കമ്പനിയുടെ മെമ്പേഴ്സായി മാറുകയും ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഒരു മോഡ് എന്താണ്? മെമ്പർഷിപ്പ് ബൈ സബ്സ്ക്രിപ്ഷൻ. സബ്സ്ക്രിപ്ഷൻ മീൻ ചെയ്യുന്നത് മെമ്പർഷിപ്പ് ബൈ സബ്സ്ക്രൈബിങ് ഇൻ ദി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഓഫ് എ കമ്പനി. സെക്കൻഡ് മോഡ് ഈസ് മെമ്പർഷിപ്പ് ബൈ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ്. ഇപ്പോൾ നമ്മളെന്താ ഒരു ഷെയർ അലോട്ട്മെൻറ്റ് സമയത്ത് when a company offers its shares to general public at the time of a public offer ആളുകൾക്ക് എന്താണ് ആപ്ലിക്കേഷൻ കൊടുക്കുകയും അങ്ങനെ ഷെയർ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നവർക്ക് ഷെയർസ് അലോട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ ആഫ്റ്റർ റിസീവിങ് അലോട്ട്മെൻറ്റ് ദേ ബിക്കം ദി ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ആഫ്റ്റർവേഴ്സ് ദേ ബിക്കം ദി മെമ്പേഴ്സ് ഓഫ് എ കമ്പനി. അവരാദ്യമായിട്ട് എന്താ ഷെയർ ഹോൾഡേഴ്സായിട്ട് മാറുന്നു. ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്ത് കമ്പനി അവരുടെ പേരിൽ ഷെയർ അലോട്ട് ചെയ്ത് കഴിയുമ്പം ഷെയർ ഹോൾഡേഴ്സായിട്ട് മാറുന്നു. പിന്നീട് അവരുടെ പേര് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ ഉൾപ്പെടുത്തുമ്പോൾ they automatically become the members of a company. So the second mode is membership by application and allotment. Then the third mode is membership by transfer. ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് ഷെയർ ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ എ പേഴ്സൺ മേ പർച്ചേസ് ഷെയർസ് ഇൻ ആൻ ഓപ്പൺ മാർക്കറ്റ്. ഇപ്പോൾ എന്താണ് നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി അല്ലെങ്കിൽ ഓപ്പൺ മാർക്കറ്റിൽ നിന്നും ഷെയർസ് വാങ്ങുന്നു. He becomes a member when the transfer of shares is affected and his name is entered in the register of members. ഇപ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്നല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നും ഷെയർ വാങ്ങുന്നയാളുടെ പേരിലേക്ക് ഷെയർ മാറുകയും അയാളുടെ പേര് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഹി ബിക്കംസ് എ മെമ്പർ. ദാറ്റ് ഈസ് മെമ്പർഷിപ്പ് ബൈ ട്രാൻസ്ഫർ ഷെയർസ്. ട്രാൻസ്ഫർ ഷെയർസ് എന്താണ്? ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നു. ദെൻ ദി ഫോർത്ത് പോയിന്റ് ഈസ് മെമ്പർഷിപ്പ് ബൈ സക്സഷൻ. പിന്തുടർച്ചാവകാശമായിട്ട് എ ഡിസീസ് മെമ്പേഴ്സ് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് he may become he may become a member. A deceased member continues to be a member of the company so long as his name appears in the register of members. ഇപ്പോൾ ഒരു മെമ്പർ മരിച്ചാലും അയാളുടെ പേര് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ ഉള്ളിടത്തോളം കാലം അയാൾ മെമ്പറായിരിക്കും. His legal representative who acquires a legal right to the shares is entitled to have his name entered in the register of members. ഇപ്പോൾ എന്താണ്? മരണപ്പെട്ടു പോയ ഒരു മെമ്പറിൻ്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിന് അവരുടെ പേര് രജിസ്റ്റർ ഓഫ് കമ്പനീസിൽ ഉൾപ്പെടുത്തുന്നതിനും ആ കമ്പനിയുടെ മെമ്പേഴ്സായി മാറുന്നതിനും സാധിക്കും. ഇങ്ങനെ ഒരാൾ മെമ്പറായി കഴിഞ്ഞാൽ എന്താ? മെമ്പർഷിപ്പ് ബൈ സക്സഷൻ ആണ്. ദെൻ ദി ഫിഫ്ത്ത് മോഡ് ഈസ് മെമ്പർഷിപ്പ് ബൈ ബെനഫിഷ്യൽ ഓണർഷിപ്പ്. all the beneficial owners of a company, all the beneficial shareholders of a company becomes the members of such a company. Every person holding equity share capital of a company and whose name is entered as a beneficial owner in the record shall be deemed to be a member of the concerned company. All the beneficial members അല്ലെങ്കിൽ beneficial owners of equity share capital become the members of such a company. Then membership by qualification shares. Before a person can be appointed director of a public company, he must take or sign an undertaking to take and pay for the qualification shares. ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ ഡയറക്ടേഴ്സായിട്ട് ആക്ട് ചെയ്യുന്ന എല്ലാവരും ക്വാളിഫിക്കേഷൻ ഷെയർസ് അക്വയർ ചെയ്യണം. അങ്ങനെ ക്വാളിഫിക്കേഷൻ ഷെയർസ് അക്വയർ ചെയ്യുന്ന എല്ലാവരും എന്താണ്? ആ കമ്പനിയുടെ മെമ്പേഴ്സായിട്ട് മാറുന്നു. So when he takes qualification shares, he becomes a member and he is in the same position as a subscriber to the memorandum of the company. Qualification shares acquire ചെയ്ത് കഴിയുമ്പോൾ his position will be that of the subscriber of a company. Subscriber എന്താ? Subscriber to the memorandum of association. The next is about rights and liabilities of members. മെമ്പേഴ്സിൻ്റെ എന്താണ് റൈറ്റ്സും ലയബിലിറ്റീസും, അവരുടെ എന്തൊക്കെയാണ് അവരുടെ റൈറ്റ്സ്, എന്തൊക്കെയാണ് ലയബിലിറ്റീസ്. എ പേഴ്സൺസ് ഹൂസ് നെയിം ഈസ് എൻറ്റേർഡ് ഇൻ ദി രജിസ്റ്റർ ഓഫ് എ കമ്പനി becomes a member of that company and he is invested with all the rights available to the members. ഇപ്പോൾ ഒരു വ്യക്തിയുടെ പേര് ഒരു കമ്പനിയുടെ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ ഉൾപ്പെടുത്തി കഴിയുമ്പോൾ അയാൾ എന്തായിട്ട് മാറുന്നു? ഒരു മെമ്പറായിട്ട് മാറുന്നു. അങ്ങനെ ഒരു വ്യക്തിയുടെ പേര് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ ഉൾപ്പെടുത്തി കഴിയുമ്പോൾ ആ വ്യക്തി ഒരു മെമ്പറായിട്ട് മാറുകയും ഒരു മെമ്പറിൻ്റെ എല്ലാ റൈറ്റ്സും ഓബ്ലിഗേഷനും അയാൾക്കുണ്ടാവുകയും ചെയ്യുന്നു. So some of the rights can be accessed individually
and certain other rights could be exercised collectively depending on the minimum holding prescribed under the provisions of the Companies Act. അപ്പോൾ എന്താ, ഈ ചില അവകാശങ്ങൾ ഇൻഡിവിജ്വലായിട്ടും എക്സസൈസ് ചെയ്യാം, മറ്റു ചില അവകാശങ്ങൾ അങ്ങനെ കളക്റ്റീവായിട്ട് മാത്രമേ അവർക്ക് എക്സസൈസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. Then the following are the rights of members. One, right to receive notice of general meeting of the company. അത് പൊതുവായ ഒരു റൈറ്റ് ആണ്. ഒരു കമ്പനിയുടെ ജനറൽ മീറ്റിങ്ങിൻ്റെ നോട്ടീസ് കിട്ടാനുള്ള അവകാശമുണ്ട്. In case of a listed company, members can receive the abridged financial statement and auditor's report. ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഒഫീഷ്യൽ ട്രേഡിംഗ് ലിസ്റ്റിൽ പേരിൽ ഉൾപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് എങ്കിൽ ആ കമ്പനിയുടെ മെമ്പേഴ്സിന് എന്താണ്, ഒരു അബ്രിഡ്ജ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും ഓഡിറ്റേഴ്സ് റിപ്പോർട്ടും റിസീവ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. മൂന്നാം, റൈറ്റ് ടു റിസീവ് ദി റിപ്പോർട്ട് ഓഫ് ദി കോസ്റ്റ് ഓഡിറ്റർ. കോസ്റ്റ് ഓഡിറ്റിൻ്റെ റിപ്പോർട്ട് കിട്ടാനുള്ള റൈറ്റ്. റൈറ്റ് ടു ഇൻസ്പെക്ട് ആൻഡ് ഗെറ്റ് കോപ്പീസ് ഓഫ് രജിസ്റ്റേഴ്സ് ആൻഡ് റിട്ടേൺസ് ഓഫ് ദി കമ്പനി. റൈറ്റ് ടു അറ്റൻഡ് ദി മീറ്റിംഗ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് എക്സൈസ് വോട്ടിംഗ് റൈറ്റ്സ്. ഒരു മെമ്പറിന് എന്താണ്, ആ കമ്പനിയുടെ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യാനും വോട്ട് ചെയ്യാനുമുള്ള അവകാശമുണ്ട്. റൈറ്റ് ടു അപ്പോയിൻറ്റ് പ്രോക്സീസ് ഫോർ ദി പർപ്പസ് ഓഫ് അറ്റൻഡിങ് മീറ്റിംഗ്സ്. ഇപ്പോൾ ഒരു മെമ്പർ ക്യാൻ അപ്പോയിൻറ്റ് അനദർ പേഴ്സൺ ഫോർ അറ്റൻഡിങ് ദി മീറ്റിംഗ് ഓൺ ബിഹാഫ് ഓഫ് ഹിം. അവിടെ എന്താണ്, പ്രോക്സികളെ വെച്ച് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ദെൻ റൈറ്റ് ടു റിസീവ് ഡിവിഡൻഡ്. Then right to transfer shares, right to resist increase in his liability without written consent. ഒരു മെമ്പറിൻ്റെ ബാധ്യതകൾ അയാളുടെ റിട്ടേൺ കൺസെൻറ്റ് ഇല്ലാതെയാണ് കമ്പനി ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ, ഇൻക്രീസ് ചെയ്യുന്നതെങ്കിൽ അതിനെ എതിർക്കാനുള്ള ഒരു അവകാശമുണ്ട്, റൈറ്റ് ടു റെസിസ്റ്റ്. ദെൻ റൈറ്റ് ടു റൈറ്റ് ഷെയർസ് ഇഷ്യൂഡ്. റൈറ്റ് ഷെയർസ് പേരിൽ ഇഷ്യൂ ചെയ്ത് കിട്ടാനുള്ള അവകാശമുണ്ട്. ഇൻ കേസ് ഓഫ് ഓൾ ദി സബ്സിക്വൻറ്റ് ഇഷ്യൂസ് ഫർദർ പബ്ലിക് ഓഫേഴ്സ്. അങ്ങനെ എന്താണ്, ഇൻ കേസ് ഓഫ് ഫർദർ പബ്ലിക് ഓഫേഴ്സ് such shares shall be first offered to the existing shareholders as a matter of right. ഇപ്പം എന്താണ്, റൈറ്റ് ഷെയർസിൻ്റെ ഇഷ്യൂ. ദെൻ റൈറ്റ് ടു അപ്പോയിൻറ്റ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. റൈറ്റ് ടു ഷെയർ ദി സർപ്ലസ് അസറ്റ്സ് ഇഫ് എനി അറ്റ് ദി ടൈം ഓഫ് വൈൻഡിങ് അപ്പ്. ഒരു കമ്പനി പിരിച്ചുവിടുന്ന അവസരത്തിൽ ലയബിലിറ്റിയുടെ പേയ്മെൻറ്റ് കഴിഞ്ഞ് സർപ്ലസ് ആയിട്ട് അസറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. Then right to approach the tribunal in specific situations. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കമ്പനിയിലോ ട്രിബ്യൂണലിനെ സമീപിക്കാനുള്ള റൈറ്റ് ഉണ്ട്. Right to demand an investigation by the central government into the affairs of the company by following the procedure of passing a special resolution. ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്ത് മെമ്പേഴ്സിന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മേൽനോട്ടത്തിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ ഡിമാൻഡ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഇത് സെക്ഷൻ 210 പ്രകാരമാണ്. Then right to apply to the tribunal in case of oppression and mismanagement. മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ റൈറ്റ് ആയിട്ടാണ് പറയുന്നത്. ഇപ്പം എന്താണ്, മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ കമ്പനി മാനേജ്മെൻറ്റ് ഒപ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ കമ്പനിയുടെ അഫയേഴ്സ് മിസ്മാനേജ്മെൻറ്റിന് വിധേയമാക്കുകയോ ചെയ്യുകയാണ് എങ്കിൽ they can apply the tribunal for conducting an inquiry. Then right to file class action suits before the tribunal. Right of nomination. Right to proceed against the mismanagement in the prospectus. പ്രോസ്പെക്ടസിൽ എന്തായിട്ടും തെറ്റായിട്ട് റെപ്രസെൻ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ, അതാണ് പ്രധാനമായിട്ടും. റൈറ്റ് ടു പ്രൊസീഡ് അഗൈൻസ്റ്റ് ദി മിസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, മിസ്മാനേജ്മെൻ്റ് അല്ല, മിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദി പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസിൽ എന്തെങ്കിലും കാര്യം തെറ്റായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നതെങ്കിൽ അതിനെതിരെ നീങ്ങാനുള്ള അവകാശമുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന 18 പോയിന്റുകൾ റൈറ്റ്സ് ഓഫ് എ ഷെയർ ഹോൾഡറാണ്. നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ വി ഷാൽ ബിഗിൻ വിത്ത് ലയബിലിറ്റി ഓഫ് ദി മെമ്പേഴ്സ്. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.